നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വാർത്താ ദിവസം തുടങ്ങുകയാണ്. ഇന്നൊരു മനോഹരമായ ഒരു കുട്ടികൾ ഈ ബേസ്ബോളൊക്കെ കളിക്കുന്ന ഒരു കോർട്ടിൽ അതിൻ്റെ പ്രാക്ടീസ് സ്ഥലത്താണ് നമ്മളുള്ളത്. എനിക്ക് പിറകിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കുട്ടികൾ ബേസ്ബോൾ, അമേരിക്കൻ ബേസ്ബോൾ എന്തോ കുറ്റിങ് ബോളൊക്കെ വെച്ചുള്ളൊരു കളിയാണ്. നമ്മൾ പണ്ട് ക്രിക്കറ്റിൻ്റെ ഒക്കെ ഒരു വകഭേദം എന്നൊക്കെ പറയാവുന്ന പോലെയുള്ള കളി. അത് സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ എങ്ങനെ ഇത് കളിക്കാമെന്ന് അവരെ പ്രാക്ടീസ് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ പഠിപ്പിക്കും. ഒപ്പം തന്നെ ഇവിടെ ഒരു ട്രെയിലുണ്ട്. ഈ ഓടാനും ചാടാനൊക്കെ ഉള്ള ട്രെയിൽ, അപ്പുറത്ത് ഒരു ലേക്ക്, തടാകം ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് പറയുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അടുത്ത ചെസ് നമ്പർ ആരാണ്? വെനസ്വല കഴിഞ്ഞു. മധുര സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ട്രംപ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചുകൊണ്ടിരുന്നു വിചാരിച്ചില്ല. പക്ഷേ 45 മിനിറ്റ് US മിലിറ്ററി ഹെലികോപ്റ്ററും പട്ടാളവുമായിട്ട് ചെല്ലുന്നു, പിടിക്കുന്നു, ഭാര്യേനെയും പിടിക്കുന്നു, കൊണ്ടുവരുന്നു. അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്കിലൊരു ജയിലിലാണ്. അദ്ദേഹത്തിനെതിരെയുള്ളത് ഡ്രഗ് ചാർജസ് ആണ്. അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്യൂബയിൽ നിന്നും ഇതേ സംഭവം. എന്ത് സംഭവിക്കും? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതും പുറമെയുള്ള കാര്യങ്ങൾക്കും വിപരീതമായിട്ട് നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എപ്പോഴാണെങ്കിൽ, ട്രംപ് തന്നെ പറഞ്ഞിരുന്നു. മധുര ഒരു കാറിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ട്രംപ് അവരെ ഫോൺ ചെയ്തു, മധുരേനെ ഫോൺ ചെയ്തിട്ട്, മിസ്റ്റർ പ്രസിഡന്റ് ഹൗ ആർ യു? അവർ സൗഹൃദ സംഭാഷണമായിരുന്നു. പിടിച്ചു കൊണ്ടുവന്നതിന് 3 ദിവസം മുമ്പ്, 4 ദിവസം മുമ്പ് അങ്ങാണ്ടാണ്. ട്രംപ് കോൾഡ് മീ ആൻഡ് ഐ ടോക്ക് ടു ഹിം, ഹി സെയ്ഡ് മിസ്റ്റർ പ്രസിഡന്റ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അമേരിക്കൻ മിലിറ്ററി 4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചുകൊണ്ട് വരുന്നപ്പോൾ അദ്ദേഹം അന്ന് ഈ അമേരിക്കക്കാർ ട്രംപൊക്കെ വളരെ ഇതോടുകൂടി വളരെ മധുരമായ വാക്കുകളോട് ഒരു സൂചന പോലും കൊടുക്കില്ല. വെറുതെ ഒരു ഹൗ ആർ യു മധുരോ എന്നും പറഞ്ഞൊരു ചോദ്യം, ഒരു വിളിക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞ സുഖമാണ്, അവിടെ സുഖമാണ്, അവിടെ സുഖം, ഇവിടെ സുഖമാണ്, ഇവിടെ സുഖമാണ്. 4 ദിവസം ചെന്ന് അദ്ദേഹത്തിന് പിടിച്ചുകൊണ്ടപ്പോൾ ഞാൻ അടക്കം അത്ഭുതപ്പെട്ടു പോയി. ഇവർ 3-4 ദിവസം മുമ്പല്ലേ സുഹൃത്തുക്കളെ പോലെ സംസാരിച്ചത്. അതുപോലെ ചിലപ്പോൾ അവർ ഉള്ളിൽ കൂടെ പറയുന്നുണ്ടാവും ചിലപ്പോൾ ധാരണകൾ. ഇപ്പോൾ സദാം ഹുസൈനെ പിടിക്കുന്നതിന് മുമ്പ്, യുദ്ധം 2003 യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ബുഷ് സദാം ഹുസൈനോട് പറഞ്ഞു, നീ ഇറാഖ് വിട്ടുപോക്കോ, ജീവൻ തരാം, ഒരു രാഷ്ട്രീയ അഭയം കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മളുടെ സിറിയയിലെ ബാഷർ അൽ അസദ്, റഷ്യയിൽ, അതിന് രാഷ്ട്രീയ അഭയം എന്ന് പറയും. അപ്പോൾ ഒരു 3ാം രാജ്യത്തേക്ക് വിട്ടുപോകാനായിട്ടുള്ളൊരു അവസരം, വിട്ടുപോക്കോ, പോയി രക്ഷപ്പെട്ടോ, ജീവിച്ചോ എന്നൊക്കെ നമ്മൾ സാധാരണക്കാർ പറയുന്ന മാതിരി രക്ഷപ്പെട്ടു പോയി ജീവിച്ചോ എന്നുള്ളൊരു അവസരം അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോഴാണ് സദാം ഹുസൈൻ ഞാൻ പോകില്ല, ഇത് എൻ്റെ രാജ്യമാണ്, ഞാനാണ് രാജാവ്, നിങ്ങൾ പോയി പണി വെക്കും. അതുകൊണ്ടാണ് ആരും തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ അതാണ് സദാം ഹുസൈൻ്റെ കഥ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റാവുൾ കാസ്ട്രോക്കെതിരെ പറഞ്ഞിരിക്കുന്നത് 2 ഹ്യൂമാനിറ്റേറിയൻ അമേരിക്കയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു 1996. ഇത് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. നമുക്കറിയാം, ക്യൂബ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദ്വീപാണ്. ചെറിയ ദ്വീപ്, മിയാമി, ഫ്ലോറിഡയിലെ ഒരു തെക്ക് കിഴക്കൻ അതിർത്തിയിൽ നിന്നും 90 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ് ഈ ദ്വീപ് കിടക്കുന്നത്. എന്നാൽ അമേരിക്കനെ വിറപ്പിച്ചിട്ടുണ്ട് 60കളിൽ. ജോൺ എഫ് കെന്നഡീനെ കൊന്നു. ഫിഡൽ കാസ്ട്രോ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിൽ പോലും ആരാധകരുള്ള ഫിഡൽ കാസ്ട്രോ ഒക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ ചെഗുവേര അവിടുത്തെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ബൊലീവിയക്കാരനായിരുന്നെങ്കിൽ അവിടുത്തെ മന്ത്രിയായിരുന്നു. ഫിഡൽ കാസ്ട്രോൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഇവർക്കൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഭയങ്കര കമ്മ്യൂണിസം എന്ന നിലയിൽ ആ സ്വാധീനം USSRൽ നിന്ന് കിട്ടിയത്, റഷ്യൻ കാലഘട്ടത്തിൽ നിന്നുള്ള ആ സ്വാധീനമാണ്. ഇതുപോലെ തന്നെ ക്യൂബയുടെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനോട് എതിരെയും നാറ്റോയ്ക്കും അമേരിക്കൻ സഖ്യത്തിനുമെതിരെ 60-70കളിലൊക്കെ പിടിച്ചേക്കാൻ നൽകിയ ശക്തി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് റഷ്യയാണ്. റഷ്യയുടെ ആ ഒരു സംരക്ഷണയിലാണ് ഈ വക രാജ്യങ്ങളൊക്കെ അന്ന് നിലകൊണ്ടിരുന്നത്. പക്ഷേ റഷ്യ പെട്ടുകിടക്കാണ്. യുക്രൈൻ യുദ്ധത്തിൽ അനങ്ങാൻ പറ്റാണ്ട് കിടക്കുന്ന സ്ഥിതിയാണ്. അവർക്ക് അവിടെ നിന്ന് അനങ്ങിയ അപ്പം നാറ്റോയും അമേരിക്കയും കൂടിയിട്ട് അവരില്ലാണ്ടാക്കും അവിടെ റഷ്യേനെ. കാരണം അവർക്ക് അവരുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റില്ല. ഫോക്കസിനാണ്. ഒട്ടനവധി പട്ടാളക്കാർ 2 ഭാഗത്തും, ഇരുഭാഗത്തും മരിച്ചിരിക്കുകയാണ്. യുക്രൈനിലും പോയിട്ടുണ്ട്, റഷ്യയിലും പോയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ശ്രദ്ധ തിരുത്തി അപ്പോൾ അത് മുതലെടുക്കും. അപ്പോൾ അത് ചൂഷണം ചെയ്യാണ് ട്രംപിൻ്റെ പരിപാടി.
അപ്പം നമുക്ക് തോന്നുന്നത് എങ്ങനെയായിരിക്കും ആക്രമണം? ഒരു പക്ഷേ അവിടുത്തെ റൗൾ കാസ്ട്രോനെ പിടിച്ചുകൊണ്ടുവന്ന ആ രാജ്യം കൈക്കലാക്കാം. അവർക്ക് എണ്ണയില്ല. അങ്ങനെ പുടിൻ ട്രംപിനെ വിളിക്കുന്നുണ്ട്. ട്രംപിനെ വിളിച്ചിട്ട് ഒന്ന് സഹായിക്കണം, എന്നിട്ട് ഒരു എണ്ണക്കപ്പൽ കടത്തി വിടുന്നുണ്ട്, മുക്കരുത് എന്നൊക്കെ അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5-2 മാസം മുമ്പ് ട്രംപ് അനുവദിച്ചു, ഓക്കെ നീ എണ്ണക്കപ്പലും കൊണ്ട് ഒരു 10 ദിവസത്തേക്കുള്ള എണ്ണ കൊടുത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി, അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഒരു ക്യൂബൻ ഒറിജിനാണ്. അവരൊക്കെ അഭയാർത്ഥിയായിട്ട് അമേരിക്കയിൽ വന്നതാണ്. മാർക്കോ റൂബിയോ ഒരു തികഞ്ഞ കത്തോലിക്കനാണ്. നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് ഒബാമയുടെ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഒത്തുതീർപ്പ് എന്ന മാതിരി ഒരു ധാരണയിൽ കൊണ്ടുവന്നു ക്യൂബേനെയും അമേരിക്കയുമായിട്ട് ഒരു സൗഹൃദ ബന്ധത്തിന്. പക്ഷെ ക്യൂബ തിരിച്ചടിച്ചു. ക്യൂബ അവിടെ ചെന്ന് ഉദ്യോഗസ്ഥർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള എന്തോ വൈറസുകളോ അതൊക്കെ വെച്ച് ചെവി അടഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം എന്നിരുന്നാലും അവിടെ ഒരു അമേരിക്കയും ക്യൂബയുമായിട്ടുള്ള ബന്ധം അവിടെ എംബസികൾ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ ഒബാമയുടെ കാലഘട്ടം തൊട്ട് നടക്കണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇതൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിൽ പോലും കത്തോലിക്ക സഭയ്ക്ക് വളരെ സ്വാധീനമുള്ളൊരു പ്രദേശമാണ് ക്യൂബ എന്ന ഒരു ദ്വീപ്. അവിടെ ഒരു വിമത അല്ല, പട്ടാളത്തിനൊക്കെ ആയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. ആ കമ്പനിയുടെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $20 ബില്യൺ. അത് ക്യൂബൻ എക്കോണമിയുടെ അത്രയും പോകുന്ന ഗെയ്സ് എന്ന് പറഞ്ഞാണ് GAESNZ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണത്. അങ്ങനെ ഒരു കമ്പനി ക്യൂബൻ ഭരണകൂടം തട്ടിക്കൂട്ടിയിട്ട് ആ കമ്പനിയുടെ അണ്ടറിലാണ് രാജ്യം പ്രവർത്തിക്കുന്ന രീതിയിലാണ്. വളരെ ദാരിദ്ര്യവും പട്ടിണിയും ദുരിതമാണ്. നമുക്കറിയാം ഫിഡൽ കാസ്ട്രോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരിക്കാം, രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും അവർ ചെയ്യുന്നത്. ഫിഡൽ കാസ്ട്രോനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 100 തവണയിൽ കൂടുതൽ അമേരിക്കൻ CIA ശ്രമം നടത്തി. പക്ഷെ ഫിഡൽ കാസ്ട്രോ ഹീറോ ആയിരുന്നു, അയാളെ കൊല്ലാൻ പറ്റിയില്ല CIAക്ക്. പല തരത്തിലും അദ്ദേഹത്തിനെ ഉന്മൂലനം ചെയ്യാൻ. എന്നാൽ ഇക്കാലങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ആ ഒരു ശ്രമത്തിനിടെ ജോൺ എഫ് കെന്നഡി എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യപ്രകാരം റഷ്യ കൊന്നതുപോലെ ആയിരിക്കാം എന്നാണ് പല മേഖലകളിൽ നിന്നും. കാരണം ഒരു ജോൺ എഫ് കെന്നഡി കൊന്നത് ആരാണെന്ന് ഇപ്പോൾ അമേരിക്ക പോലും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതിൽ റഷ്യയുടെ കൈക്കാര്യങ്ങളുണ്ടോ എന്നുള്ളത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു കോൺസ്പിറസി തിയറിയാണ്. അപ്പോൾ ഫിഡൽ കാസ്ട്രോനെ അമേരിക്കയ്ക്ക് വധിക്കാൻ ഒട്ടനവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, ഫിഡൽ കാസ്ട്രോയെ കുറിച്ച് നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ കേൾക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ ഒക്കെ ആയിട്ടുള്ള ഒട്ടനവധി കഥകൾ പൊന്തി വരുന്നുണ്ട്. അതൊന്നൊക്കെ എത്ര മാത്രം മാസവും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയും പറ്റി ഫിഡൽ കാസ്ട്രോയെ പറ്റിയൊക്കെ അത് ഹോളിവുഡിലൊരു നടിയുമായിട്ട് സംബന്ധിച്ചൊക്കെ ഒട്ടനവധി കഥകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന കഥകളാണ്. അത് കുറേയൊക്കെ വിശ്വസനീയമായ രീതിയിലാണ് നടക്കുന്നത്. അപ്പം ഈ ക്യൂബയെ ഇപ്പം മാർക്കോ റൂബിയോ ഇത് കൊടുത്തിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപും സൂചനകൾ വാഷിങ്ടൺ DC നിന്ന് എനിക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്യൂബയ്ക്ക് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ പണി വരുന്നുണ്ട്. ക്യൂബയിൽ അതെന്തായിരിക്കും പണി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ക്യൂബയ്ക്കുള്ള പണി വരുന്നുണ്ട്. ക്യൂബയെ ഒരു പക്ഷേ അമേരിക്ക ആക്രമിക്കേണ്ടി വരില്ല. അവിടുത്തെ ഒരു പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ മധുരയുടെ കേസിൽ പോലെ അവിടെ അത്ര വലിയൊരു പ്രതിരോധമൊന്നുമില്ല. തന്നെ റഷ്യ കൈവിട്ടു. റഷ്യ ഒരു പക്ഷേ അവരെ സംരക്ഷിച്ചു കൊള്ളണമെന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്യൂബയെ ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ റാവുൾ കാസ്ട്രോയെ അറസ്റ്റ് ചെയ്യാം. കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കേസ് ഫയൽ ചെയ്തു അമേരിക്കയിൽ. എന്തായിരിക്കും എന്നുള്ളത് ഏകദാനം ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്.